IG ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. രാഹുൽ KB അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരും. രാഹുൽ, പോലീസ് ലാത്തി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലാത്തി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇന്നലെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ആ വാദം തെറ്റാണ് എന്ന് വരുന്നു. UDF പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ആശുപത്രിയിലേക്കും ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കൂ രാഹുൽ. അഭിലാഷ്, തീർച്ചയായും ഷാഫി പറമ്പിൽ MPക്ക് മുഖത്ത് പോലീസിന്റെ ലാത്തി കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. 2 തവണ അടിയേറ്റു എന്നാണ് ഇന്നലെ തന്നെ MPയും UDF പ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് അത് നിഷേധിക്കുകയായിരുന്നു. MPയെ മർദ്ദിച്ചിട്ടില്ല. അതായത് UDF പ്രവർത്തകർ തമ്മിൽ തന്നെ പരസ്പരം സംഘർഷമുണ്ടായി, അതിലാണ് അടിപിടി ഉണ്ടായി, ഉന്തും തള്ളിയും ഒക്കെ ഉണ്ടായി, അതിലാണ് MPക്ക് പരിക്കേറ്റെന്നതടക്കമായിരുന്നു പോലീസിന്റെ വാദം. ഏതായാലും അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന കൃത്യമായ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വരുന്നത്. MPയുടെ മൂക്കിന് 2 പൊട്ടലും മൂക്കിന്റെ എല്ലിന് 2 പൊട്ടലും ഏറ്റിട്ടുണ്ട്. MP കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ 5 ദിവസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ MPയോട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്നത് കോഴിക്കോട് IG ഓഫീസിന് മുൻപിലെ UDFന്റെ പ്രതിഷേധമാണ്. ഈ സംഭവത്തിന് പിന്നാലെ, പേരാമ്പ്രയിലെ സംഘർഷത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപകമായി UDFന്റെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പ്രത്യേകിച്ച് യുവജന സംഘടനകളാണ് പ്രതിഷേധവുമായി എത്തുന്നത്. ഇപ്പോൾ IG ഓഫീസിന് മുൻപിൽ കോഴിക്കോട് കണ്ണൂർ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് UDFന്റെ പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം നടന്നു വരികയാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയുള്ള ഒരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് അടക്കം പങ്കെടുത്തുകൊണ്ടാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം നടത്തുന്നത്. 100 കണക്കിന് പോലീസാണ് ഇവിടെ ഈ സുരക്ഷയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് സിറ്റി പോലീസ് പരിധിയിലുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലത്തെ സംഘർഷത്തിൽ മർദ്ദനമേറ്റ ഷാഫി പറമ്പിൽ MP, കോഴിക്കോട് DCC അധ്യക്ഷൻ ഉൾപ്പെടെ UDF പ്രവർത്തകർക്കെതിരെ, കണ്ടാലറിയാവുന്ന UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ CKG കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് ചെയർമാനായി വിജയിക്കുന്നത് UDSFന്റെ സ്ഥാനാർത്ഥിയാണ്. അതായത് ഏകദേശം 4 പതിറ്റാണ്ടിൽ ഒക്കെ ഒടുവിലാണ് കോളേജിൽ UDSFന് ചെയർമാൻ സ്ഥാനം ലഭിക്കുന്നത്. അങ്ങനെ SFIയുടെ വലിയ കോട്ടയായി നിലനിന്ന കോളേജിലാണ് വിധത്തിൽ അട്ടിമറിയിലൂടെ UDSF സ്ഥാനാർത്ഥി വിജയിച്ചത്. അതേ തുടർന്ന് UDSF നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേരാമ്പ്ര ടൗണിൽ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി കാണുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി വന്നത്. UDSFന്റെ ഈ ആഹ്ലാദ പ്രകടനം പോലീസ് ആദ്യമേ തടയുകയാണ് ഉണ്ടായത്. അതായത് സംഘർഷ സാധ്യതയുണ്ട്, സംഭടിച്ച CPM പ്രവർത്തകർക്ക് മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ സംഘർഷം ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രവർത്തകർ അതിൽ കൂട്ടാക്കുന്നില്ല. പിന്നീട് അത് വലിയ സംഘർഷം ഉണ്ടാകുന്നു. പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നു. അതിന് പിന്നാലെ ഇന്നലെ പേരാമ്പ്ര ടൗണിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വൈകിട്ട് ഹർത്താലിനെ അനുകൂലിച്ചുകൊണ്ട് UDF പ്രകടനം നടത്തുകയാണ് ഉണ്ടായത്. അതോടെ ഇന്നലെ ഉച്ചയ്ക്ക് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹർത്താൽ അനുകൂലികളായ ചില കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയും വരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFIയുടെ CPMന്റെ പ്രതിഷേധം പേരാമ്പ്ര ടൗണിൽ നടക്കുന്നു. ഈ 2 പ്രതിഷേധങ്ങളും മുഖാമുഖം എത്തിയതോടുകൂടിയാണ് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധത്തിലേക്ക് പേരാമ്പ്ര ടൗൺ കടന്നുപോയത്. പോലീസ് ആദ്യമേ ഈ ഇരു വിഭാഗം പ്രവർത്തകർക്കും ഇടയിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല. 600-ലധികം UDF പ്രവർത്തകരും 300-ലധികം DYFI CPM പ്രവർത്തകരും ആണ് പ്രതിഷേധവുമായി എത്തിയിരുന്നത്. തന്നെ ഈ UDFനോട് ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിക്കേണ്ട UDF പ്രതിഷേധം അവിടെ വരെ എത്താതെ റോഡിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ പ്രവർത്തകർ അതിന് തയ്യാറാകുന്നില്ല. പ്രശ്നം അവിടെ ഗുരുതരമാകുന്നു എന്നൊരവസ്ഥയിലാണ് DCC പ്രസിഡന്റും ഷാഫി പറമ്പിൽ MPയും പേരാമ്പ്രയിലേക്ക് എത്തുന്നത്. UDF പറയുന്നത് പ്രകാരം ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ, പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ആക്രമിച്ചതെന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള വാക്കുതർക്കവും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രവർത്തകർക്കിടയിലേക്ക് വരുന്നത്. 8ഓളം ടിയർ ഗ്യാസുകളാണ് പ്രവർത്തകർക്കിടയിൽ ഇന്നലെ പോലീസ് പൊട്ടിച്ചിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധത്തിന്റെ KPCCയുടെ ആഹ്വാനമുണ്ട്. കോഴിക്കോട് ഇപ്പോൾ IG ഓഫീസിന് മുൻപിൽ നടക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് വൈകിട്ട് 3 മണിക്ക് വലിയ സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ തന്നെ UDFന്റെ പ്രതിഷേധ സംഗമം നടക്കാൻ പോവുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുക. ഇന്നും നാളെയുമായി കോഴിക്കോട് ഇരിങ്ങലിൽ UDF കോൺഗ്രസിൻ്റെ നേതൃയോഗം നടക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഹൈക്കമാൻഡിൻ്റെയും അതുപോലെ സംസ്ഥാന
സംസ്ഥാനത്തുടനീളമുള്ള നേതാക്കൾ കോഴിക്കോട് തന്നെയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഏതായാലും വലിയ രീതിയിലുള്ള തെരുവ് യുദ്ധം പേരാമ്പ്രയിൽ ഉണ്ടായതും ഇപ്പോൾ ഏതായാലും ഇവിടെ അരമണിക്കൂറിലധികമായി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് UDF പ്രവർത്തകർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ്. ഒരിക്കൽ പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകില്ല. രാഹുൽ, ഞാൻ രാഹുലിലേക്ക് വരാം. എന്തായാലും കോഴിക്കോട് ജില്ല ആകെ സംഘർഷഭരിതമാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ പ്രതിഷേധത്തിൽ സംസ്ഥാനമെങ്കും കോൺഗ്രസിന്റെ ആഹ്വാനമുണ്ട്. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും UDF-ഉം കടക്കുകയാണ്. നിരവധി നേതാക്കൾ കോഴിക്കോടേക്ക് എത്തി. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തെ അപലപിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായ വാക്കുകളുമായി രംഗത്തെത്തി.